നമസ്കാരം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തിയുള്ളതുമായ 6 ദിക്റുകളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കർമ്മം ഏതാണ് എന്നായിരുന്നു ആ ചോദ്യം. നബി പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കുമ്പോൾ നീ മരണപ്പെടുക എന്നതായിരുന്നു നബിയുടെ മറുപടി. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ ശ്രേഷ്ഠമായ കർമ്മം എന്നതാണ് നബി അതിലൂടെ ഉദ്ദേശിച്ചത്. അത്തരത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ചെറു മന്ത്രങ്ങളെയാണ് ദിക്റുകൾ എന്ന് പറയപ്പെടുന്നത്. അത്ഭുതകരമായതും ആത്മീയമായതുമായ ദിക്റുകളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ പ്രധാന സവിശേഷത സദാസമയവും അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നതാണ്. രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിൻ്റെ ദൗത്യം. ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ, അങ്ങനെ സദാസമയവും അള്ളാഹുവിനെ ഒരു യഥാർത്ഥ വിശ്വാസി സ്മരിക്കുന്നുണ്ട്. ഇതിനെ സഹായിക്കുന്ന ചെറു മന്ത്രങ്ങളാണ് ദിക്റുകൾ. ശക്തിയേറിയ മന്ത്രങ്ങൾ നിറഞ്ഞതാണ് ദിക്റുകൾ. ഒരു സത്യവിശ്വാസിയുടെ എല്ലാ സമയവും ദിക്റുകൾ നിറഞ്ഞതായിരിക്കും. സമയവും സാഹചര്യവും നോക്കാതെ ഏത് സമയവും അള്ളാഹുവിനെ സ്മരിക്കുവാൻ ഈ ദിക്റുകൾ നിങ്ങൾക്ക് ഉപകാരമായി തീരും. ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി നിറഞ്ഞ 6 ദിക്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ദിക്ർ ബിസ്മില്ല. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് ബിസ്മില്ലയുടെ അർത്ഥം. ഏതു കാര്യവും നാം തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുവാൻ ഈ ദിക്ർ നിങ്ങളെ സഹായിക്കും. ബിസ്മില്ല ജപിച്ചുകൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങൾ നല്ല സമൃദ്ധമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ ദിക്ർ സുബ്ഹാനുള്ള. അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്നതാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. സുബ്ഹാനുള്ള എന്ന ദിക്ർ ഖുർആന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചവും അതിനുള്ളിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ഈ ദിക്ർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൃഷ്ടിയുടെ സൗന്ദര്യം നാം ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ ഈ ദിക്ർ ഉപയോഗപ്പെടുത്താം. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റും ഇതാണ്. മൂന്നാമത്തെ ദിക്ർ അൽഹംദുലില്ലാ. സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലുകൾക്കും നന്ദി പ്രകാശിപ്പിക്കണമെന്ന് ഈ ദിക്ർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് സന്തോഷത്തിലും അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥന ഉരുവിടണം. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അള്ളാഹു മാത്രമാണെന്ന് ഈ ദിക്ർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന വാക്യമാണ് ഈ ദിക്ർ. ഏകദൈവ വിശ്വാസത്തെയാണ് ഈ ദിക്ർ ഊട്ടി ഉറപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും കാരണവുമാണ് അള്ളാഹു എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ ദിക്ർ. അഞ്ചാമത്തെ ദിക്ർ അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്ന സൂക്തം ഇസ്ലാം മത വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു സൂക്തമാണ്. അള്ളാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നതിലൂടെ ഈശ്വരനാണ് എല്ലാത്തിനും മുകളിലെന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. ആറാമത്തെ ദിക്ർ അസ്തഗ്ഫിറുള്ള. അള്ളാഹുവെ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. പാപമോചനത്തിനുള്ള അപേക്ഷയാണ് ഈ ദിക്ർ. മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ അംഗീകരിക്കുവാനും
ദൈവത്തിൻ്റെ കാരുണ്യം തേടുവാനും ഈ ദിക്കർ ഉപയോഗിക്കുന്നു. ഈ ദിക്കറുകൾ ദിവസവും ചൊല്ലുന്നത് ദൈവത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ നടക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുവാനും നമ്മെ സഹായിക്കും. ഈ ദിക്കറുകളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് നൽകണം.